ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഷ് ഫിറ്റ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് പണിയുണ്ട്. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് നോട്ട് എഴുതാനുണ്ട്. 6:15 ഉള്ളൂ. സോ നമുക്ക് നോട്ടൊക്കെ എഴുതി അതിന് മുമ്പ് നമ്മുടെ ഡെയിലി റൊട്ടീൻസ് അപ്പോൾ അതാദ്യം പോയി ചെയ്യാം. ഓക്കെ ഗൈസ്, ഡെയിലി റൊട്ടീൻസിലൊന്നായ പല്ല് തേക്കലാണ്. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. ഞാൻ കോളേജിൽ പോയിട്ട് അപ്പോൾ അവിടുത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. സോ പല്ലൊക്കെ തേച്ച് വിളിക്കണം. കാരണം കോളേജിലൊക്കെ പോയി ഞാൻ കൂടെ ഇരിക്കുന്ന പിള്ളേർക്ക് ഞങ്ങളുടെ വായുവിന് വരുന്ന ശ്വസനം അസ്വസ്ഥമാക്കാൻ പാടില്ലല്ലോ. സോ നമ്മൾ നന്നായിട്ട് പല്ലൊക്കെ തേച്ച് സെറ്റാക്കുകയാണ്. പല്ല് തേച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് പല്ലൊക്കെ തേച്ച് നമ്മൾ നല്ല പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് നോട്ട് എഴുതാണ്ട്, അതൊന്ന് എഴുതിയേക്കാം. നോട്ട് എഴുതാനുണ്ട്. അതിനുമ്പോൾ നമ്മൾ കടന്നെണീറ്റ ബെഡ് ഒന്ന് ക്ലീനാക്കണം. ഗൈസ്, ബെഡൊക്കെ വൃത്തിയാക്കേണ്ട അത്യാവശ്യ ഘടകങ്ങളിലൊന്നാണ് നമ്മൾ കിടന്ന് എണീറ്റ റൂം വൃത്തിയാക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്വമാണ്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ ബെഡ് എല്ലാം മടക്കി വിരിച്ചതിന് ശേഷം കുറച്ച് നോട്ട് എഴുതാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എഴുതാൻ വേണ്ടിയിട്ട് പോയതാണ്. സോ കുറച്ച് നേരത്തെ പരിപാടിക്ക് ശേഷമാണ് നോട്ട് എഴുതി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി. വേറൊന്നുമല്ല, കുറച്ചധികം നോട്ട് എഴുതാനുണ്ടായിരുന്നു. പോരാത്തതിന് പല്ലൊക്കെ തേച്ച് വന്നപ്പോൾ ഒരു 6 മണിയല്ല 6:30 6:45 ആവാനായിരുന്നു. സോ അതുകൊണ്ടാണ് മെയിനായിട്ട് ലേറ്റായത്. അങ്ങനെ ഞങ്ങളുടെ നോട്ടൊക്കെ എഴുതി കഴിഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മീൻസ് ജിംബോയി ആണല്ലോ, നമുക്ക് പ്രോട്ടീനാണല്ലോ വേണ്ടത്. അപ്പോൾ ഓരോ സാധനത്തിനും എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക. സോ ഗൈസ്, ഞാൻ പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിവ് അവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ടാവുന്ന ഒരു നല്ലൊരു ഗിവ് അവേ, അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഗിവ് അവേ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ എൻ്റെ എല്ലാ വീഡിയോസും കാണലുണ്ടോ, പിന്നെ ലൈക്ക് ചെയ്യലുണ്ടോ, കമൻ്റ് ഇടലുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ചെയ്യണം. കാരണം ഗിവ് അവേ യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലെ റൂൾസ് പ്രകാരം കൂടിയായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള റൂൾസ് വെച്ചിട്ടല്ല, യൂട്യൂബിലുള്ള റൂൾസ് വെച്ചിട്ടായിരിക്കും. സോ നമ്മളേതായാലും പാല് തിളപ്പിക്കാൻ വെച്ച സമയത്ത് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വന്നു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേനും പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പാല് തിളച്ച് വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചി വന്നിട്ടുണ്ട്. കുറേ പേർക്കൊക്കെ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. പാല് കാച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരു
ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് രാവിലത്തേത്. അപ്പോൾ നമുക്ക് ഏതായാലും സംഗതിയൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കാം. ക്ലീനാക്കി വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ പാലൊന്ന് തണുപ്പിക്കാൻ വെക്കണം. കാരണം തിളച്ച പാലെടുത്ത് വായിലൊഴിച്ച് കഴിഞ്ഞാൽ മറ്റേ ചില കഥകളൊക്കെ പറയുന്ന പോലെ നാക്ക് പൊള്ളിക്കൊണ്ട് പൂച്ച ഓടുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെ ഒരു കഥയുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളേതായാലും പാലൊക്കെ തണുപ്പിക്കുകയാണ്. റൈസ് കണ്ടില്ലേ, മുട്ട തിളച്ച് പൊന്തുന്നേ. ഇത് ഇന്നലെ ഞാനാക്കിയ ഒരു സാധനമായിരുന്നു. സോ ഗൈസ്, നമ്മുടെ പ്രോട്ടീനൊക്കെ കൂടി ഒരു പ്ലേറ്റിനകത്തേക്ക് ആക്കുവാണ്. പ്ലേറ്റിനകത്തേക്ക് ആക്കുമ്പോൾ നമുക്ക് മുട്ടത്തോടൊക്കെ പൊളിക്കാനുണ്ട്. ഞാൻ ഈ വീഡിയോ രാത്രിയിലാണ് ഗൈസ് എഡിറ്റ് ചെയ്തത്. അതായത് നല്ല ഉറക്കം വരുന്നുണ്ട്, അത്യാവശ്യം നല്ല പ്രഷറും ഉണ്ട്. പോരാത്തതിന് എന്തിപ്പോൾ പറയുക, ഉറക്കത്തിൻ്റെയാണ് ഈ തൊണ്ടയിടറുന്ന പോലത്തെ ഒരൊച്ച. സോ ഗൈസ്, ഒന്നും തോന്നരുത്, പ്രാരംഭമാണ്. അത് കാരണം കാര്യമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. സോ എന്നെക്കൊണ്ടാവുന്നത് പോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഏതായാലും നമ്മുടെ മുട്ടയൊക്കെ പൊട്ടിച്ച് നമുക്ക് വേണ്ട പഴമൊക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോട്ടീൻ. 4 മുട്ട, 500 പാല്, കുറച്ച് ഫുഡ്, 3 ഏത്തപ്പഴം. വേറെ ഒന്നുമല്ല, കോളേജിൽ പോകാൻ ടൈമായിരുന്നു. ഇപ്പം എത്ര പ്രോട്ടീൻ അകത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ 4 മുട്ട, 4 × 6 24, 3 ഏത്തപ്പഴം. ഒരേത്തപ്പഴത്തിനകത്ത് 1.3 ഗ്രാം പ്രോട്ടീൻ. അപ്പം 3 എന്ന് പറയുമ്പം 3.9, അതായത് 27.9. ഇതിൽ നമുക്കൊരു 5 ഗ്രാം, അതായത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയൊരു ഐറ്റം ഉണ്ടല്ലോ, അതിലൊരു 5 ഗ്രാം പ്രോട്ടീൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ 32 ഗ്രാമും 16 ഗ്രാമും ടോട്ടലൊരു 48 ഗ്രാമിനടുത്ത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ രാവിലെ കയറുന്നുണ്ട്. നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ട്. ജിമ്മിൽ കയറി ചെല്ലുന്നവർ ആദ്യം തന്നെ ബൾക്കിങ്ങിന് വെക്കരുത്. നിങ്ങളുടെ ഫാറ്റ് പിടിക്കാതെ നിങ്ങൾക്ക് ബൾക്കിങ് വരും എന്നുള്ള കാര്യം ഓർമ്മയാണ്. അതിനാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു എൻ്റെ ശരീരത്തിലെ ഫാറ്റ്. സോ അത് കളഞ്ഞാലേ നിങ്ങൾക്ക് ബൾക്കിങ് ഉണ്ടാവുള്ളൂ. സോ ആദ്യം വേണ്ടത് പമ്പിങ്ങാണ്. അപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിന് വേണ്ട ഫാറ്റല്ല, പ്രോട്ടീനാണ് കയറ്റേണ്ടത്. ഇപ്പോൾ മുട്ടയ്ക്കകത്ത് കാണുന്ന ആ മഞ്ഞയില്ലേ, യെല്ലോ, അത് ഫാറ്റാണ്. അത് ഗുഡ് ഫാറ്റാണ്, കഴിക്കുന്ന കാരണം കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നിങ്ങൾ കഴിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കിങ് ചെയ്യുമ്പോൾ. അത് കഴിച്ചതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കൊതുക് വരുന്നുണ്ട് കേട്ടോ, ഫാനുള്ള. അത് കഴിച്ചതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് ഞാൻ പറയൂല. കാരണം നിങ്ങൾക്ക് ശരീരത്തിൽ ഫാറ്റ് തന്നെയാണ് പിന്നെയും പോകുന്നത്. സോ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എണ്ണക്കടികളൊന്നും കഴിക്കാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
തൽക്കാലം പ്രോട്ടീൻ വിത്ത് കുറച്ച് സപ്ലിമെൻ്ററി, അതായത് ക്രിയാറ്റിൻ, വേ പ്രോട്ടീൻ, ഇത് രണ്ട് യൂസ് ചെയ്യുക. ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി. അല്ലാതെ വെറുതെ ജിമ്മിൽ പോയി പുൽപ്പടിക്കുന്നവർക്ക് ഇത് വേണമെന്നില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത് ജിമ്മിൽ പോയിട്ടാണ്. ഞങ്ങൾ എല്ലാം പഠിച്ചിട്ട് ജിമ്മിൽ പോക്ക് നടക്കില്ല. സോ കുറേ കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് പഠിക്കേണ്ടതാണ്. നിങ്ങൾ ജിമ്മിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടണം. അവിടുത്തെ ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ്. എന്നാലേ നമ്മളെ വർക്കൗട്ടും നമുക്ക് അവിടുത്തെ വൈബും കിട്ടുള്ളൂ. സോ നമുക്കവിടെ മെയിനായിട്ട് ഫ്രണ്ടായിട്ടുള്ളത് നമ്മുടെ ട്രെയിനർ തന്നെയാണ്. ഹിസ് നെയിം ഈസ് ജിത്തു. ഇവിടുത്തെ മാനന്തേരിയാണ് വീട്. നല്ല നല്ല അടിപൊളി ട്രെയിനറാണ്. എന്താ പറയുക, അവിടുത്തെ ട്രെയിനിങ്ങിന് പോകുന്നവരോട് പക്കയാണ്. അല്ലാതെ ചില ട്രെയിനർമാരെ പോലെ മോരുടെ സ്വഭാവമല്ല. ഇവിടെ മീല് കഴിച്ച് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. 8 മണിക്ക് ബസ്, 4 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തീർത്തിട്ട് വേണം ബസ് ഓടി പിടിക്കും. ഏത്തപ്പഴം കഴിക്കുന്നതിനേക്കാളും റോബസ്റ്റ് പഴം കഴിക്കുന്നതാണ് കേട്ടോ. ചിലയിടത്ത് റോബസ്റ്റ് എന്ന് പറയും, ചിലയിടത്ത് മൈസൂർ എന്ന് പറയും, വേറെ കാലത്ത് പലതും പറയും. എല്ലായിടത്തും പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ്, ഇതൊക്കെ പ്രോട്ടീനാണ്, എന്നാലും അകത്തേക്ക് കയറുന്നില്ല. കഴിച്ചു തീർത്തില്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രോട്ടീൻ കയറുകയില്ല. സോ നമുക്കിത് മാക്സിമം കഴിച്ചു തരാൻ നോക്കാം. ഇതും കഴിഞ്ഞ് നമുക്ക് കുളിക്കാം. എന്നിട്ട് വേണം നമുക്ക് ഗ്രൂമിങ്ങിലോട്ട് പോകാൻ. ഗ്രൂമിങ് എല്ലാ പരിപാടിയൊന്നുമില്ല. ഇന്നർ എടുത്തിടുക, മീൻസ് ഷഡി എടുത്തിടുക, പാൻറ് എടുത്തിടുക, ബനിയൻ എടുത്തിടുക. മുടി ചെയ്യാനൊന്നും ഇല്ലല്ലോ, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവൂലേ. എനിക്ക് വേണ്ടി ബസ് കിട്ടുമെന്നാ. ബസ് കിട്ടിയില്ലെങ്കിൽ ചടങ്ങാം. 8:45 വരെ കോള എടുക്കേണ്ടി വരും. പിന്നെ ഒരു ദിവസം അങ്ങനെ വന്നിട്ട് പണി കിട്ടി. ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ അകത്ത് കയറിയത്. എൻ്റെ ഫാറ്റ് ഫുള്ള് കളയാനാണ് പരിപാടിയെന്നും. സോ ഇന്നും നാളെയും തിങ്കളാഴ്ചയും ഞാൻ വെയിറ്റ് എടുക്കുന്നില്ല. ചൊവ്വാഴ്ച മുതലേ വെയിറ്റ് എടുക്കുന്നുള്ളൂ. വെയിറ്റ് എടുക്കാൻ തിരിക്കാനുള്ള കാരണം മെയിനായിട്ട് എനിക്ക് സ്ട്രെങ്ത്ത് വന്നിട്ടില്ല. ഇപ്പോൾ ഓക്കെ, സ്ട്രെങ്ത്ത് തിരിച്ച് കിട്ടിയിട്ടില്ല. പനിയൊക്കെ എല്ലായിരുന്നു. അപ്പം മസിൽ മെമ്മറിയൊക്കെ ചത്ത് കിടക്കുവാണോ ഉണർന്ന് കിടക്കുവാണോ ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. മൂന്നാമത്തെ കേട്ടോ. നമുക്കൊന്ന് ടൈം നോക്കിയിട്ട് വരാം. അവിടെ വേറെ ഫോണിൻ്റെ നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റായി. 10-11 മിനിറ്റായി. 25 തുടങ്ങിയത്, 7:25. ഏകദേശം 7:36 ടൈമുണ്ട്. ലാസ്റ്റ് സ്പൂൺ, അതായത് നമ്മുടെ സോളിഡ് പ്രോട്ടീനിലെ ലാസ്റ്റ് സ്പൂൺ. എന്തെങ്കിലും പോയിട്ടുണ്ടോ നോക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ പറ്റില്ല. ഇപ്പം ലിക്വിഡാണ്.
ലിക്വിഡ് പ്രോട്ടീനാണ്. കുറച്ച് ചൂടുണ്ട്, നമുക്ക് പോയി കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുടിക്കാം. ഓക്കെ ബൈ. എന്തായാലും നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം അല്ലേ. കുളിക്കാൻ പോവാണ്. എൻ്റെ ഗ്രൂമിങ് കൂടി കാണാം. അയ്യോ ഫാൻ ഓഫാക്കാൻ വേണ്ടിയിട്ടല്ലേ. ഗ്രൂമിങ് കൂടി കണ്ടിട്ട് മരുന്ന് കഴിച്ചിട്ട് കോളേജിലേക്കൊരു യാത്ര. അതും കൂടി കഴിഞ്ഞ് ഈവനിങ് ഞങ്ങൾ ജിമ്മിൽ പോകും. അപ്പം നമുക്ക് നമ്മളേതായാലും ഗ്രൂമിങ് തുടങ്ങി. ഗ്രൂമിങ് ഫസ്റ്റ് ഇന്നർ എടുത്തിട്ടു. ഇന്നർ എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, പാൻറ്റാണല്ലോ. നെക്സ്റ്റ് പാൻറ്റ് കൊടുത്തിട്ടു. പാൻറ്റ് മറിഞ്ഞു കൊടുക്കുമായിരുന്നു, അത് തിരിച്ചിട്ടതിന് ശേഷം പാൻറ്റ് ഇട്ടത്. സോ ഗൈസ് പാൻറ്റ് ഇട്ടു. പാൻറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് പോസ് കൊടുക്കണമെന്ന് തോന്നി. പോസും കൊടുത്തു. ക്യാമറേൻ്റെ ഫ്രണ്ടിൽ എന്തോ ഉണ്ടായിരുന്നു, അതാ വീഡിയോ ക്ലാരിറ്റി ആവാനത്. ഓക്കെ സോ ഗൈസ് അപ്പോൾ അതും കൊടുത്തു. നല്ല ബനീന് ഇട്ട് വേഗം നമ്മൾ കോളേജ് പിടിക്കാൻ നോക്കുവാണ്. സോ ഗൈസ് നമുക്ക് കോളേജിലേക്ക് പിടിക്കാം. സോ ഗൈസ് നമ്മൾ കോളേജിലേക്ക് പോവുക. കോളേജിൽ പോയിട്ട് കുറച്ച് പരിപാടി, കുറച്ച് ആൾക്കാരൊക്കെ കാണിച്ചു തരാം. അതായത് ന്യൂ ഫ്രണ്ട്സ് ഓഫ് ന്യൂ കോളേജ്. ന്യൂ കോളേജല്ല, ആദ്യമായിട്ട് പഠിക്കാൻ വന്ന കോളേജ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്താം. കൈസ് പാൽ കുടിച്ചിട്ട് വന്നു. നല്ല കബത്തിൻ്റെ ഇത് വരുന്നുണ്ട്. സോ നമുക്ക് വേഗം നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് എത്താം. അപ്പം നീ ബസ്സിൽ ഇരുന്നിട്ട് പോകുന്ന വീഡിയോസൊക്കെ ചെയ്ത് നല്ല നമുക്ക് നമ്മുടെ കോളേജ് ഓടിക്കാം. സോ ഗൈസ് ബൈ ബൈ. ഇനി നമുക്ക് കോളേജിൽ നിന്ന് കാണാം. ഗൈസ് ഇതാണ് നമ്മുടെ നാടിലെ മെയിനായിട്ടുള്ള ബസ് സ്റ്റോപ്പാണ്. ഞാൻ ബസ് കയറുന്നത്. ഫസ്റ്റ് ബസ് കയറി. ശ്രീമുത്തപ്പൻ എന്നാണ് ബസ്സിൻ്റെ പേര്. സോ പള്ളിപ്പാട് വന്നു. പള്ളിപ്പാലത്തിൽ നെക്സ്റ്റ് ബസ് ഞാൻ കയറിയിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് ബസ്. തിരുത്തം ഏതായാലും മൂന്നാമത്തെ ബസ്സാണ്. ഇതിൻ്റെ പേര് എനിക്ക് വലിയ കൺഫ്യൂഷനില്ല. ഇതേതായാലും നമ്മൾ കോളേജിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ്. കോളേജ് എത്തിയിട്ടുണ്ട്. കോളേജിൻ്റെ മെയിനാണിത്. അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണം കൂട്ടുകാരുടെ കൂടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി കഴിച്ചു ഗൈസ്. കൂട്ടുകാരൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണി കൈയിട്ട് വാരി കഴിച്ചു. സോ അതും കഴിച്ച് നമ്മൾ ക്ലാസ്സിൽ പോയി. എല്ലാവരും ഇൻ്റർവെൽ ആയത് കാരണം ഫോണിൽ കളിയാണ്. സോ ഞാനും കുറച്ച് നേരം ഫോൺ നോക്കി. പിന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു തിരിച്ചു വന്ന് ഞങ്ങളുടെ ഹോം ടൗണായ കോളേടെത്തി. കോളയാട് നിന്ന് ഇനിയിപ്പം ഞാൻ അടുത്ത ബസ് കയറി വീട്ടിലോട്ടുള്ള പോക്കാണ്. ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ പ്രോട്ടീൻ അടിക്കുക. കാർഡിയോ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് കുറച്ചും കൂടി പ്രോട്ടീനകത്ത് വെച്ചിട്ട് ജിമ്മിൽ പോകാനുള്ള പരിപാടിയൊക്കെ. കുറച്ച് ചൂടുണ്ട്. ഏകദേശം നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. ടർക്കിയൊക്കെ സെറ്റാക്കി നമുക്ക് നമ്മുടെ വെള്ളം കൂടി സെറ്റാക്കി ഒരൊറ്റ പോക്കുക.
നമ്മുടെ ഹോം ടൗൺ ആണ്, കോളയാടാണ്. സെറ്റാക്കാം. പിന്നെ നിങ്ങളോട് പറയാൻ പറ്റിയ കാര്യമുണ്ട്, നമുക്ക് 1000K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസം ഒരു അഡാർ ഗിവ് അവേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1000, അതായത് 1K ആണ്. ഞാൻ എന്തെങ്കിലും 1000K എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ട്, ക്ഷമിച്ചാളാ. 1K ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും വെള്ളം എടുത്തിട്ട് നമ്മൾ നേരെ ജിമ്മിലോട്ടുള്ള പോക്കാണ്. അപ്പം ജിമ്മിൽ നിന്ന് കാണാം. ഗൈസ്, ഞാൻ ജിമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ജിമ്മ് ഒരു 2-3 കിലോമീറ്റർ ദൂരം. നടന്നല്ല പോകുന്നത്, ബസ്സിനാണ് പോകുന്നത്. സോ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ബസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലിഫ്റ്റ് കിട്ടുമായിരിക്കും. എന്നാൽ അങ്ങനെ പോവാം. ഓക്കെ, സോ ഏതായാലും ജിമ്മിലെത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ നല്ല നടന്നു. ബസ് കുറേ നേരം കാത്തുനിന്നു. കുറച്ച് ഡിലേ ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ബാക്കിൽ വരുന്നുണ്ടാവും. ഞാൻ നടന്ന് കുറച്ച് എത്താനാകുമ്പം ബസ്സും വരും. ഏതായാലും നമുക്ക് നടക്കാം. ലേറ്റായിട്ട് എന്നാലെന്താ, ഇതൊരു വാമപ്പല്ലേ. സോ നമുക്ക് നടക്കാം, നടന്നുകൊണ്ടേ ഇരിക്കാം. ഏതായാലും നമ്മൾ കാബാഗെ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി 3/4 ഭാഗം കൂടി കവർ ചെയ്യാണ്ട്. അതിന് മുമ്പ് നമുക്ക് ലിഫ്റ്റ് കിട്ടുമ്പോൾ കൂടി നോക്കാം. കാർഡിയോ ചെയ്യുന്നതല്ലേ, ഇന്നും നാളെയും തിങ്കളാഴ്ചയും കാർഡിയോയാ. ബൾക്കിംഗ് അല്ല, പമ്പിങ് മുമ്പേ നമ്മുടെ ഫാറ്റ് ഫുള്ള് ഉരുക്കണ്ടേ. ഫാറ്റ് ഉരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സോ നമുക്ക് നടക്കാം. ഗൈസ്, നമുക്ക് ഏതായാലും ഒരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ്റെ വണ്ടി തന്നെയാണ്. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. നമുക്ക് ഏതായാലും പെട്ടെന്ന് തന്നെ ജിമ്മിൽ കൊളയടത്തി ഒച്ചത്തിൽ പറയാനൊരു ചെറിയ മ്ലാനത. സോ നമ്മളേതായാലും കൊളയെടുത്തിട്ടുണ്ട്. ഇനി ജിം ഓടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നാലഞ്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ നമ്മുടെ സ്വർഗത്തിലോട്ട് കയറാൻ പോവാ. ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഫാമിലി, 4-5 ദിവസത്തെ ഗ്യാപ്പാട്ടോ ഈ സ്റ്റെപ്പ് ഞാനും തമ്മിൽ. വലതുകാലെടുത്ത് വെച്ച് കയറിയിട്ടുണ്ട്. ഇന്നെന്താ അങ്ങനെയാണെന്ന് പറഞ്ഞ ജിമ്മിന്ന് പാട്ടൊന്നും കേൾക്കുന്നില്ല. ലീവാന്ന് തോന്നുന്നു. ആശിച്ച് വെറ്റൊരു മാതാവ് ആശ അറ്റിച്ച് വാഴുന്നേടാവ്. അതായത് നമുക്ക് കയറി പോവാം. ലീവാണെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണം. സോ അല്ലല്ല, ജിമ്മ് ഓപ്പണം. ജിമ്മിൻ്റെ അകത്തുള്ള ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഓ പുള്ളി, ഞാൻ തന്നെയാണല്ലോ ഗാർഡ് ചെയ്യണ്ടേ. കിതയ്ക്കുന്നേ. എന്തൊക്കെയോ വാട്സപ്പിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. സോ ഫാമിലി, this is our gym. We are going to enter my heaven. അപ്പം നമ്മളേതായാലും ഷൂടുവാണ്. വാമപ്പ്, കാർഡിയോ, വീട്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ചിത്രവല്ലെങ്കിൽ ലീവായ കാരണം അസിസ്റ്റൻ്റാണ് നമുക്ക് കാർഡിയോ പറഞ്ഞത്. ലീവല്ല, കുറച്ച് ലേറ്റായിട്ടാണോ എഴുതുന്നത്. ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് എത്തുന്നില്ല. സോ നമുക്ക് ഏതായാലും കാർഡിയോ ചെയ്യാൻ തുടങ്ങാം. അതിന് മുമ്പ് വാമപ്പാണ്. ഓക്കെ ഗൈസ്, നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ വാമപ്പാണ്. ഫുൾ സ്ട്രെച്ചാണ് ആദ്യം ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പം ഇതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വാമപ്പ് ചെയ്യുന്നത് ഗൈസ് അറിയാവുന്നതെല്ലാം ചെയ്യും. അതുകൊണ്ടാണ്. സോ എന്താണൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് ബർപ്പീസാണ് പറഞ്ഞത്.
ബർപ്പീസാണ് ഫസ്റ്റ് വാമപ്പ് അല്ല കാർഡിയോടെ ഫസ്റ്റ് പറഞ്ഞത്. സോ ഗൈസ് 15ൻ്റെ 3 സെറ്റാണ് പറഞ്ഞത്. നമ്മൾ ഓരോ സെറ്റ് വീതം കാണിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് കാരണം 3 സെറ്റൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ടാകും വീഡിയോയ്ക്ക്. സോ അതാണ് 15 സെറ്റ് കാണിക്കുന്നത്. 15ൻ്റെ ഓരോ സെറ്റ് വീതം കാണിക്കുന്നത്. ഗൈസ് ബർപ്പീസ് കഴിഞ്ഞ് ഞങ്ങളേതായാലും രണ്ട് റോപ്പ് അടിക്കാനാണ്. റോപ്പ് ഫെയിലർ വരെ ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്, എന്നെക്കൊണ്ട് പറ്റുന്നവരെ. സോ ഗൈസ് 3 സെറ്റ് ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. 15ൻ്റെ 3 സെറ്റ് ബർപ്പീസും റോപ്പും അങ്ങനെ. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് ബോക്സിൻ്റെ മുകളിൽ തുള്ളി കയറുക, ഒരു പുഷപ്പ് എടുക്കുക, അങ്ങനെ 15ൻ്റെ 3 സെറ്റ്. ഗൈസ് ഇതാണ് മെയിനായിട്ടുള്ള നമുക്ക് തന്നിട്ടുള്ള കാർഡിയോ. സോ അത് ചെയ്യുക, മാക്സിമം ചെയ്ത് നമ്മുടെ ഫാറ്റ് ഇറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇത് കഴിഞ്ഞ് കണ്ടില്ലേ, ഇത് ഇങ്ങനത്തെ ഒരു ജമ്പ്, ഇതിൻ്റെ നെയിം എനിക്ക് പറഞ്ഞില്ല, സൈഡ് ജമ്പിങ് എന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ട് സ്പ്രിൻ്റാണ് പോകുന്നത്. നീ ജമ്പിങ് തോന്നുന്നു, നീ ജമ്പിങ് തോന്നുന്നു. അതും കഴിഞ്ഞ് ഞാൻ ജമ്പിങ് ജാക്സാണ് പോയത്. എല്ലാം 15ൻ്റെ 3 സെറ്റ് കഴിഞ്ഞാണ് പോയി. ജമ്പിങ് ജാക്സ് പിന്നെ വേറെയും കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെ പറയുക, ഫ്രണ്ട് ജമ്പിങ് ഇല്ല, കാല് ഫ്രണ്ടിലോട്ടാക്കിയിട്ട്, അതായത് മുട്ട് ഫ്രണ്ടിലോട്ട് വന്ന് കൈക്ക് തട്ടിച്ചിട്ടുള്ള ഓരോ കാലിൽ അത് 20 സെക്കൻഡാണ്. സോ ഗൈസ് അങ്ങനെയൊക്കെ തന്നെ തുള്ളി പോകുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തത്. ഇത് 3 സെറ്റാണ്, എല്ലാം 3 സെറ്റാണ് ഗൈസ്, അത് മറക്കരുത്. ഇതാണ് അടുത്തത്. അങ്ങനെ അവസാനം സിറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഫെയിലറാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഫെയിലർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫെയിലർ ചെയ്യാം. ഇതിന് ജിത്തോട്ടം വന്നപ്പോൾ എനിക്ക് അടാറ് പണിയും വന്നിട്ടാണ് വന്നത്. പുതിയ കാർഡിയോൻ്റെ എക്സസൈസ് പഠിച്ചിട്ടാണ് വന്നത്. സോ ഗൈസ് എനിക്കിട്ടുള്ള പണിയൊന്നും ബെഞ്ചിലേക്ക് കുറച്ച് വൈകിപ്പോയി. ഇതും 4 സെറ്റാവും. 4 സെറ്റിൻ്റെ 15ൻ്റെ 4 സെറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഗൈസ് ഇത് നല്ല ടാസ്ക്കുള്ള കാർഡിയോ വർക്കൗട്ടായിരുന്നു. ഇത് ഞങ്ങൾ സ്റ്റാർട്ടിങ് ആയത് കാരണം ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ബോക്സിങ്ങിൻ്റെ ട്രൈയും കൂടി ചെയ്തായിരുന്നു. ഗൈസ് നമ്മൾ ഹാർഡ് പഞ്ച് ചെയ്ത് മടുത്ത കാരണം ചുമ്മാ ടച്ച് ചെയ്ത് വിടുവാണ്. അപ്പം ഏതായാലും ലാസ്റ്റ് ഒരു പഞ്ചോട് കൂടി നമ്മുടെ ബോഡി കളിച്ച് നമ്മൾ സാഹ പറയുന്നു. അപ്പം നമ്മൾ കാർഡിയോ ചെയ്യുന്നതിന് മുമ്പുള്ള ഫീസും ഇപ്പോഴത്തെ ഫീസും കാണിക്കുകയാണ്. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.